ഇന്ന് നമ്മുടെ ലവ് ആനിവേഴ്സറി അല്ലേ? എനിക്കുള്ള ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. സർപ്രൈസാ. താ. കണ്ണടക്കി. ഉം. കണ്ണുറക്ക്. ഡയമണ്ട് റിങ്ങാ? ഐഫോൺ? ലവ് യു. ഇനി എനിക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ വേണോ? ഇപ്പം തന്നെ വേണം. അയ്യോ അജയ്, എനിക്ക് എണീക്കും. അയ്യോ വലിച്ചു താഴ്ന്നോടാ പട്ടി. എടാ പോണ്ട പിന്നെ. അവരൊരു വന്നില്ലേ? എവിടെ? ഈ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ പറഞ്ഞ ഇത്രയും വൃത്തിയായിട്ട് പരിപാടി വേറെ ഇല്ല കേട്ടോ. ഇത്ര എവിടെ? നിർത്ത്. അവര് അതാണോ? ഓ സോറി രാഹു, ഇവള് വരാൻ ലേറ്റ് ആയിട്ടാ. ഞാൻ നേരത്തെ സെറ്റ് ആയതായിരുന്നു. അയ്യോ നോ പ്രോബ്ലം. ഈ കാത്തിരിപ്പിനൊക്കെ ഒരു സുഖമില്ലേ, അത് നൈസാ അല്ലടാ. ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. വാ സംസാരിക്കാം. കുറെ നേരമായി വന്നിട്ട്. തൊലിഞ്ഞ് അവിടെ നല്ല രസമുണ്ടല്ലേ? നമുക്ക് അപ്പുറത്ത് പോയിരിക്കാം. പരിചയപ്പെടില്ലല്ലോ. കല്യാണല്ലേ? നീ ദിവസം പറയാനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് അജയ്, റൂംമേറ്റാ. എന്തോന്നും ഇണ്ടാ നിൽക്കുന്നേ? ഒന്നുമില്ല, നല്ല റൊമാൻറ്റിക് ക്ലൈമറ്റ് ആണല്ലോ. നിങ്ങൾ എൻജോയ്. എന്നാ പിന്നെ ഞങ്ങൾ സംസാരിച്ചിരിക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. പങ്ങൾ ഒരു മിനിറ്റ്, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിന്റെ നീ ദിവസം ഒറ്റയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഈ മരബോധമുള്ള കാര്യം നീ പറഞ്ഞിട്ടില്ലല്ലോ. എനക്കൊന്നും പോയി സംസാരിച്ചിരിക്കേ. നീ ബൈക്കിന് ചാവി ഇങ്ങോട്ട് വന്നേ, കഴിയുമ്പോൾ വിളിച്ചാൽ മതി. എന്റെ പൊന്നളിയെ ചതിക്കില്ലേ എടാ. എന്തെങ്കിലും ഇടങ്ങേറ് സീൻ ഉണ്ടാവും വെച്ചാൽ നിന്നെ കൂട്ടിയത്. നീ തമാശ കളിക്കല്ലേ? ഇടങ്ങേറ് സീനാ? അപ്പൊ സംസാരിക്കാനല്ലേ മോൻ പോണേ? എടാ സംസാരിക്കാൻ തന്നെ പോണത്. അവളുടെ വല്ല വീട്ടുകാർ കണ്ടാലോ വിചാരിച്ചിട്ട് നിന്നെ കൂട്ടിയത്. നീ ഇപ്പൊ എന്താ പറയണത്? നീ തൽക്കാലം ആ തണലത്ത് പോയിരിക്കേ. ഇത് വെയിലല്ലേ? അതിനപ്പുറത്ത് തണലുണ്ടാവും. ഒന്ന് ചെല്ല്, പോ പ്ലീസ്. കിട്ടുവാണ്. അതെ, അവർ വരാൻ കുറേ ലേറ്റാവും. കുട്ടി വേണോ പൊക്കോ. എനിക്കെങ്ങും പോവാനില്ല. എന്നതിപ്പോൾ വെയിലല്ലേ, കുറച്ച് തണലത്തോട്ട് നീങ്ങിയിരിക്കാം. ആ പേരെന്താ? മരഭൂതം TK. സോറി. തനി പരിചയമില്ലാത്ത പെൺകുട്ടികളൊക്കെ മരഭൂതം എന്നാണോ വിളിക്കാറ്? അയ്യോ, അത് ഞാൻ അവനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. കാരണം നീ ഇത് ഒറ്റയ്ക്കേ വരുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ വന്നേ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴായത് ഇങ്ങനെ
അതെന്താ തനിക്ക് മനുഷ്യന്മാരെ പേടിയാ? കുറച്ച് നാളായിട്ട്. എന്നാൽ ലേശം അങ്ങോട്ട് മാറിയിരുന്നോ? ഞാൻ ചിലപ്പോൾ തന്നെ പിടിച്ച് കടിച്ചാലോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന് കൂട്ടുവരുന്ന പരിപാടി ഭയങ്കര ബോറാ. പിന്നെ നീതും നിർബന്ധിച്ചിട്ട് ഞാനും വന്നത്. ലവ് ഹേറ്ററാണോ? ലവ് ഹേറ്ററോ? അത് കൊള്ളാലോ. അതെന്താ അങ്ങനെ ഒരു നിഗമനം? തനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്നെ കണ്ട തേപ്പ് കിട്ടിയ ആളായിട്ടൊക്കെ തോന്നുന്നു. ഏയ് അതില്ല. തേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാലോ. എന്ത് തേപ്പ് കൊടുക്കുന്ന അത്രയും നല്ല കാര്യമാണോ? തേപ്പ് കൊടുക്കണ അത്ര പൊളിയായിട്ടൊന്നും അല്ല. പക്ഷേ ഒരാൾ തേപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. തനിക്ക് കിട്ടിയിട്ടുണ്ടോ തേപ്പ്? ഏയ് എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലേ. എന്ന് വെച്ചാൽ ഞാൻ തന്നെ പോലെ ലവ് ഹേറ്റർ ഒന്നും അല്ല കേട്ടോ. ഈ തേപ്പ് എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? നമ്മളെന്താന്നും നമുക്കെന്താ വേണ്ടെന്നൊക്കെ ഒരു നല്ല തേപ്പ് നമ്മളെ മനസ്സിലാക്കി തരൂലേ? അത് ട്രൂ. എനിക്ക് കംപ്ലീറ്റ് വൾണറബിളായ മാത്രമേ എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് പ്രേമിക്കാൻ പറ്റൂ. എൻ്റെ മുൻപ്രണയം എന്നെ പഠിപ്പിച്ചതാ. അല്ല, ഈ കംപ്ലീറ്റ് വൾണറബിൾ എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുമോ? അത് ചിരിക്കരുത്. ഇല്ലടോ, പറ. എന്നെ ജഡ്ജ് ചെയ്യരുത്. ഇല്ല, ചിരിക്കുകയും ചെയ്യരുത്. ഇല്ലടോ, താൻ പറ. അതെ, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും. ഈ സിനിമയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരയും. അതിനെന്താ? അതുകൊണ്ട് എനിക്ക് ഇപ്പം കരയാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ആസ്വദിച്ച് അങ്ങോട്ട് കരയണം. അതിന് കരയണമെങ്കിൽ ആരുടെയെങ്കിലും അനുവാദമൊക്കെ വേണോ? വോയിസിന് വേണം. അടിപൊളി. ഇയാൾ എന്തിനാ ഇപ്പോൾ ചിരിച്ചേ? എടോ, അത് അതുകൊണ്ടൊന്നുമല്ല. പിന്നെ താൻ വേണേ ഇപ്പൊ കരഞ്ഞോ? ഐ ക്യാൻ ഗിവ് യു മൈ ഷോൾഡർ. താൻ കാരണം ഞാൻ ഇന്ന് ഒരുപാട് ചിരിച്ചു. ഞാനും. ഇതൊന്ന് നിക്ക്. ഞാൻ പറയട്ടെ. നിക്കടി. നിനക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ വേണമെങ്കിലും പോവാം. ഞാൻ പോണെങ്കിലും നിന്റെ പെർമിഷൻ വേണോ അല്ലേ? ഇതൊന്നും വർക്കാവില്ല, പോടാ. ഈ പ്രേമത്തിന് കൂട്ടുവന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയാനല്ലേ? കല്യാണി, കല്യാണി നീ വരുന്നുണ്ടോ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? അല്ല, അത് തേഞ്ഞ് ഇവനെ കൊണ്ട് ഒന്ന് റൂട്ടായി വരുമായിരുന്നു. എടി, എന്താ? ഒന്നുമില്ല, നീ വണ്ടി എടുക്ക, നമുക്ക് പോവാം. എന്താ? എനിക്കറിയില്ല. ഓരോ സമയത്ത് ഓരോ സ്വഭാവ. എന്തെങ്ങനെയൊക്കെ? കാര്യം എടി, എന്താ പ്രശ്നം? എന്താ? ഒന്നുമില്ല. എങ്ങോട്ട് പോന്ന? എങ്ങോട്ട്? എങ്ങോട്ടല്ലേ പോട്ടെ. എടാ, ഇത് ഒരു അണയ്ക്ക് പോകുന്നില്ല. തൊട്ടനെ പിടിച്ചനൊക്കെ അടി. ഇതെന്ത് പ്രശ്നം? ഇതൊന്നും ശരിയാൻ പോണില്ല. അവരെങ്ങോട്ട് പോണെന്ന് പറ. എങ്ങോട്ടല്ലേ പോട്ടെ. എടാ, കൊണ്ട താക്കോലുണ്ടാ. എടാ, പതുക്കെ പോയപ്പോരെ. എടാ, കല്യാണോട് കാര്യം പറയാനുണ്ട്. അത് ഫോമിൽ ചോദിച്ചാ പോരെ. എടാ, നമ്പറില്ലല്ലോ. എടാ, നീ ഇതിനോട് ചോദിച്ചാൽ കിട്ടില്ല നമ്പർ. നീ ഇതിന്റെ ഈ പോക്ക് കണ്ടിട്ട് അവളെ നിന്റെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യും. നീ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവളെ ഫോണിൽ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് നിന്റെ നമ്പർ കിട്ടൂല. താക്കോൽ എടുക്കുകയോ? എടാ, നിനക്കിത് പ്രാന്താ. ഐ ഗോട്ട് എ ഷോൾഡർ ടു ക്രൈ ഓൺ. എന്ന് വെച്ചാ കേറി ഇങ്ങോട്ട് പറഞ്ഞുതരാം. ചോട്ടാവുന്നില്ല പുല്ല്. താഴ്ത്തിക്ക് പതുക്കെ പോയ പോരെ. ഞാൻ പോവാ, നീ ഇരുന്നാ മതി.
കല്യാണി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോ അത് പറഞ്ഞോ. എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് കരയാൻ തോന്നുന്നു. കരയാനാ? എന്തിന്? നിനക്ക് എൻ്റെ വൾണറബിലിറ്റീസ് അറിയണ്ടേ? ആ എന്നാ വാ, എടി നീ ഞാൻ ഇതെങ്ങോട്ടാ? വിളിക്കാം. കേറട്ടെ? എടാ ഞാനിപ്പോ എന്താ ചെയ്യാ? നീതു, നീ ഇവനൊന്ന് കൊണ്ടുപോകണേ. ഇവിടെ ഞാൻ കൊണ്ടുവിട്ടോളാം. അല്ല അത് ഞാൻ അപ്പോൾ ശരിയല്ലേ, പോട്ടെ. പോവാം. എടോ എടാ, ഞാൻ പെർമിഷൻ ചോദിക്കാൻ പറഞ്ഞല്ല, വേറൊന്നുമല്ല. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പറഞ്ഞില്ല, എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ടെൻഷനായി പോയി. സോറി. ശരിക്കും ടെൻഷൻ അടിച്ചോ? സോറി കേട്ടോ. ആ പോവാം.